2021 ഡിസംബർ 11 ഉച്ചയ്ക്ക് 2:30 മണിയോടെയായിരുന്നു തിരുവനന്തപുരം നഗരത്തെ ഞെട്ടിച്ച ആ അതിക്രൂര കൊലപാതകം നടന്നത്. ഓട്ടോയിലും ബൈക്കിലുമായി എത്തിയ 11ഓളം പേരടങ്ങിയ ഗുണ്ടാ സംഘം സുധീഷ് എന്ന യുവാവിനെ ബന്ധുക്കളുടെ മുന്നിലിട്ട് വെട്ടിനുറുക്കി കൊലപ്പെടുത്തി. ഈ സംഭവത്തിന് 4 ദിവസം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2021 ഡിസംബർ 6 നടന്ന ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു സുധീഷ്. കല്ലൂർ പാണൻവിളയിലുള്ള ബന്ധുവായ സജീവിന്റെ വീട്ടിലാണ് സുധീഷ് ഒളിവിൽ കഴിഞ്ഞത്. സുധീഷ് വധക്കേസിലെ 1-ാം പ്രതി സുധീഷ് ഉണ്ണിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തെ തുടർന്നാണ് സുധീഷ് ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയാനെത്തിയത്. ലഹരിയുമായി ബന്ധപ്പെട്ട ഇടപാടാണ് അക്രമങ്ങളുടെ തുടക്കത്തിന് കാരണമെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. അങ്ങനെ ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു സുധീഷ്. സംഭവം നടക്കുമ്പോൾ വീടിന് പുറത്ത് വാഴത്തോട്ടത്തിൽ നിന്നിരുന്ന സുധീഷിന് നേരെ അക്രമി സംഘം ആദ്യം നാടൻ പടക്കം എറിയുകയാണ് ചെയ്തത്. ഉടൻ തന്നെ ബന്ധു സജീവിന്റെ വീട്ടിലേക്ക് സുധീഷ് ഓടിക്കയറി. വാളും മഴുവും വെട്ടുകത്തിയും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായിട്ടായിരുന്നു അക്രമികൾ എത്തിയത്. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അക്രമികൾ വരുന്നത് കണ്ട് വീട്ടുകാർ കുട്ടികളെയും കൂട്ടി മുറിയിൽ കയറി വാതിലടച്ചു. ചുറ്റുവട്ടത്തുള്ള വീടുകളിലെല്ലാം കയറി സുധീഷിനെ തിരഞ്ഞ സംഘം സ്ത്രീകളുടെ കഴുത്തിൽ വാൾ വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്നായിരുന്നു സുധീഷ് ഒളിച്ചിരുന്ന വീട് സംഘം കണ്ടെത്തിയത്. തുടർന്ന് വാതിൽ തകർത്ത് വീട്ടിലേക്ക് ഇരച്ചു കയറിയ അക്രമികൾ സുധീഷിന്റെ കൈക്കും കാലിലുമായി തുടരെ വെട്ടുകയായിരുന്നു. വീട്ടുകാരുടെയും കുട്ടികളുടെയും മുന്നിലിട്ടായിരുന്നു ഈ ക്രൂര സംഭവം അരങ്ങേറിയത്. എന്നാൽ ഇതുകൊണ്ടും അക്രമ സംഘത്തിന്റെ കലിപ്പടങ്ങില്ല. സുധീഷിനെ തുടരെ വെട്ടിയ അക്രമികൾ സുധീഷിന്റെ വലത് കാൽപാദം വെട്ടിയെടുത്തു. ശേഷം വെട്ടിയെടുത്ത കാൽപാദവുമായി റോഡിൽ ആഹ്ലാദ പ്രകടനം നടത്തുകയായിരുന്നു. തുടർന്ന് ചോരയൊഴുകുന്ന സുധീഷിന്റെ കാൽപാദം ഏകദേശം 1/2 കിലോമീറ്റർ ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞ ശേഷമാണ് അക്രമ സംഘം മടങ്ങിയത്. തിരുവനന്തപുരം നഗരത്തെ മാത്രമല്ല, കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച സംഭവമായിരുന്നു പോത്തൻകോട് സുധീഷ് വധക്കേസ്. ചോരയിൽ കുളിച്ചു കിടന്ന സുധീഷിനെ പോത്തൻകോട് പോലീസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പോകും വഴി ആംബുലൻസിനുള്ളിൽ വെച്ച് തന്നെ വിവരങ്ങൾ അറിയാൻ പോലീസ് ശ്രമിച്ചു. ഒട്ടകം രാജേഷ് എന്നയാളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തന്നെ വെട്ടിയതെന്ന് സുധീഷ് പോലീസിനോട് വെളിപ്പെടുത്തി. ഇത് പോലീസ് മൊബൈലിൽ വീഡിയോ എടുക്കുകയും ചെയ്തു. ഇതായിരുന്നു കേസിലെ ഏറ്റവും നിർണായകമായ തെളിവായി മാറിയത്. സുധീഷ് ഉണ്ണി, മുട്ടായി ശ്യാം എന്ന് വിളിക്കുന്ന ശ്യാംകുമാർ, ഒട്ടകം രാജേഷ് എന്ന രാജേഷ്, മൊട്ട നിതീഷ് എന്ന നിതീഷ്, നന്ദീഷ്, രഞ്ജിത്ത്, ശ്രീനാഥ്, സൂരജ്, അരുൺ, ജിഷ്ണു പ്രദീപ്, സച്ചിൻ എന്നീ 11 പേരാണ് കൃത്യത്തിൽ ഉൾപ്പെട്ടത്. ഇതിൽ 1-ാം പ്രതിയായ സുധീഷ് ഉണ്ണിയെ വീട്ടിലെത്തി ആക്രമിക്കാൻ ശ്രമിക്കുകയും സുധീഷ് ഉണ്ണിയുടെ അമ്മയ്ക്ക് നേരെ പടക്കമെറിയുകയും ചെയ്തതിന്റെ പകയാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. 11 പ്രതികൾക്കും കോടതി ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചത്. ഒപ്പം ഓരോ പ്രതിക്കും 25,000 രൂപ പിഴയും വിധിച്ചു. ഇതിൽ നിന്ന് 1 ലക്ഷം രൂപ കൊല്ലപ്പെട്ട സുധീഷിന്റെ അമ്മയ്ക്ക് നൽകണം. തന്റെ മകനെ വധിച്ചത് ബന്ധുക്കൾ ഉൾപ്പെടുന്ന സംഘമാണെന്നും അവർക്ക് വധശിക്ഷ നൽകണമെന്നും പറഞ്ഞായിരുന്നു കോടതി മുറ്റത്ത് സുധീഷിന്റെ അമ്മ പൊട്ടിക്കരഞ്ഞത്. 24 സാക്ഷികളായിരുന്നു കേസിൽ ഉൾപ്പെട്ടിരുന്നത്. എന്നാൽ വിചാരണയുടെ വിവിധ ഘട്ടങ്ങളിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും കൂറുമാറി. ബന്ധുവായ സജീവ് മാത്രമാണ് ഒട്ടകം രാജേഷ് ഉൾപ്പെടുന്ന 3 പ്രതികളെ തിരിച്ചറിഞ്ഞത്. സജീവിന്റെ മൊഴിയും കേസിൽ നിർണായകമായി. സാക്ഷികളെ സ്വാധീനിച്ചാൽ കുറ്റകൃത്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നതാണ് വിധിയിലൂടെ വ്യക്തമാക്കുന്നത് എന്നാണ് പ്രോസിക്യൂട്ടർ ടി ഗീനാകുമാരി വിധിക്കു ശേഷം പറഞ്ഞത്. സുധീഷിനെ ആക്രമിച്ച ശേഷം വെട്ടിയെടുത്ത കാൽപാദവുമായി പ്രതികൾ പോകുന്നതിന്റെ ദൃശ്യങ്ങളും ഒപ്പം ശാസ്ത്രീയ തെളിവുകളുമാണ് കേസിൽ നിർണായകമായ മറ്റൊരു വഴിത്തിരിവ്. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ SC/ST കോടതിയുടെ സുപ്രധാന വിധികളിൽ ഒന്നായിരുന്നു കഴിഞ്ഞ ദിവസം സുധീഷ് വധക്കേസിൽ വിധിച്ചത്. സിനിമാ സ്റ്റൈലിലായിരുന്നു പ്രതികൾ കോടതിയിലേക്ക് എത്തിയത്. ഗുണ്ടാ സംഘങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ കോടതി വളപ്പിൽ തടിച്ചുകൂടി. മാത്രമല്ല, മാധ്യമങ്ങളെ ഉൾപ്പെടെ ഇവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഒടുവിൽ നെടുമങ്ങാട് DYSPയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തിയാണ് ഇവരെ ഒഴിപ്പിച്ചത്. കോടതി ശിക്ഷ വിധിച്ച സമയത്തും യാതൊന്നും സംഭവിക്കാത്ത മട്ടിലായിരുന്നു പ്രതികൾ. മാത്രമല്ല, ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു ഉദ്യോഗസ്ഥരോട് ഇവർ പെരുമാറിയതും. കേസിന്റെ പല ഘട്ടത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥനായ CI ശ്യാമിന് നേരെ ഭീഷണി ഉണ്ടായിരുന്നു. പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയെ പിന്തിരിപ്പിക്കാനും ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അന്വേഷണ ഘട്ടത്തിൽ സിവിൽ പോലീസ് ഓഫീസറായ ആലപ്പുഴ പുന്നപ്ര സ്വദേശി S ബാലു മരണപ്പെട്ടതും ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു ദാരുണ സംഭവമായിരുന്നു. കേസിലെ 3-ാം പ്രതിയായ ഒട്ടകം രാജേഷിനെ പിടികൂടാനുള്ള സാഹസിക ദൗത്യത്തിനിടയിൽ പോലീസ് സംഘം സഞ്ചരിച്ചിരുന്ന വള്ളം മറിഞ്ഞായിരുന്നു ബാലു മരണപ്പെട്ടത്.
കൂടെ ഉണ്ടായിരുന്ന മറ്റു 3 പോലീസുകാർ രക്ഷപ്പെട്ടെങ്കിലും ബാലു വെള്ളത്തിനടിയിൽ ചെളിയിൽ പുതഞ്ഞു പോകുകയായിരുന്നു. ഈ സംഭവത്തിന് ശേഷം 10 ദിവസം കഴിഞ്ഞ് ഒട്ടകം രാജേഷിനെ പോലീസ് കൊല്ലത്ത് വെച്ച് പിടികൂടി. നെടുമങ്ങാട് SC/ST കോടതി ജഡ്ജി A. ഷാജഹാനാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. ഒരു നാടിനെ ഒന്നാകെ വിറപ്പിച്ച കൊലപാതകത്തിൽ പോലീസ് അതിവേഗം ഇടപെടുകയും അതിലും വേഗം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ഒരു പ്രതിക്കും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം എല്ലാ പഴുതുകളും അടച്ച കുറ്റമറ്റ അന്വേഷണം. പ്രതികൾ അറസ്റ്റിലായി 87 ദിവസത്തിനകമാണ് അന്വേഷണം പൂർത്തിയാക്കി തിരുവനന്തപുരം വഞ്ചിയൂർ സെഷൻസ് കോടതിയിൽ നെടുമങ്ങാട് DYSP AK സുൽഫിക്കറിന്റെ നേതൃത്വത്തിൽ പോത്തൻകോട് പോലീസ് കുറ്റപത്രം നൽകിയത്. 150 പേജുള്ള പഴുതടച്ച കുറ്റപത്രമാണ് പോലീസ് നൽകിയത്. പുറത്തുനിന്നുള്ള ഗുണ്ടാ നേതാക്കന്മാരിൽ നിന്നും പലതരം ഭീഷണികൾ ഉണ്ടായെങ്കിലും അന്വേഷണത്തിൽ നിന്നും അണുവിട വ്യതിചലിക്കാതെ അന്വേഷണം നടത്തിയതിന്റെ നേർസാക്ഷ്യമാണ് എല്ലാ പ്രതികൾക്കും ലഭിച്ച ജീവപര്യന്തം.